പ്രിയപ്പെട്ടവരെ, ഡിസംബർ മാസം 2-ാം തീയതിയാണിന്ന്. ഒത്തിരി ആളുകൾ നോമ്പെടുത്തും ഉപവാസത്തോടെയുമൊക്കെ പ്രാർത്ഥിക്കുന്ന 25 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രത്യേകം ഈ മാസം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നമ്മളെല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു നിയോഗം വച്ചിട്ടുണ്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കുവാൻ, പരസ്പരം ഐക്യത്തിലാകാൻ, അകന്നു നിൽക്കുന്നവർ ചേർന്നു വരാൻ, തെറ്റിദ്ധാരണകൾ മാറാൻ, അസ്വസ്ഥതകളും മനസ്സിലെ വാശിയും ടെൻഷനൊക്കെ മാറാൻ, കുടുംബം ദൈവീക സമാധാനമുള്ള ഒരു ഭവനമായി ഒരന്തരീക്ഷത്തിലെത്താൻ ഈ മാസത്തിൽ പ്രത്യേകം ഒരു നിയോഗം വയ്ക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ധ്യാനിക്കുന്ന കുടുംബങ്ങൾ ജീവനുള്ള ഭവനങ്ങളായി മാറും. പ്രാർത്ഥന ഇല്ലെങ്കിലോ, ദൈവവിചാരമില്ലെങ്കിലോ, ദൈവവചനത്തോട് താല്പര്യമില്ലെങ്കിലോ ആ വീട് വെറും ഉണങ്ങിയ ഒരു കെട്ടിടവുമായി മാറും. പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട് ഉണങ്ങിയ കെട്ടിടമാകുന്ന സ്ഥലമല്ല, ജീവനുള്ള ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷമുള്ള നല്ല ഭവനങ്ങളായി മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ മാസം വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ യുവതി യുവാക്കൾ, ഓരോ കുഞ്ഞുങ്ങൾ, സകലരെയും സഭാവ്യത്യാസമില്ലാതെ സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരാൾ മറ്റു മതത്തിലുള്ള ഒരാളായിരിക്കാം. ദൈവസ്നേഹത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. രോഗം സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിക്കുവാൻ, നല്ല ജോലി ലഭിക്കുവാൻ, നല്ലതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ദൈവത്തോടുള്ള ബന്ധവും വിശ്വാസവും വർദ്ധിക്കുവാൻ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 4-ാമത്തെ വാക്യം ആദ്യമൊന്ന് വായിക്കുകയാണ്. അബ്രഹാം തൻ്റെ മകനൊരു ഭാര്യയെ കണ്ടുപിടിക്കാൻ ഒരാളെ പറഞ്ഞയക്കുന്ന ഭാഗമാണ്.